ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 13 വാക്യത്തിൽ വളരെ ചിന്തനീയമായ ഒരു പ്രസ്താവന യേശു നടത്തിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ കേന്ദ്രീകരിച്ച് ചില നൂതനമായ ഉൾക്കാഴ്ചകൾ നിങ്ങളുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുക എന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഭാഗം നമുക്ക് വളരെ പരിചിതമാണ്. യേശു യെരൂശലേം ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന സാഹചര്യത്തിൽ അവരോട് പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയമായിരിക്കേണ്ടത് നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു വിഷയത്തെപ്പറ്റി കഴിഞ്ഞ കാലങ്ങളിൽ അനേക പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. എങ്കിലും ആ സമയത്തൊന്നും എൻ്റെ മനസ്സിൽ ഉദിച്ചു വരാതിരുന്ന ഒരു പ്രത്യേക വളരെ ആഴമേറിയ പ്രസക്തമായ ഒരു ആത്മീയമായ തിരിച്ചറിവാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് എൻ്റെ എളിയ ഉപഹാരം എന്ന വിധത്തിൽ യേശുവിൻ്റെ വാക്കുകളിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങൾക്ക് നൽകുവാൻ എനിക്ക് സന്തോഷമുണ്ട്. പ്രധാനമായും ഇന്ന് കള്ളന്മാരുടെ ഗുഹ എന്ന ആ ഒരു പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? രണ്ട് അവസ്ഥകളെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അത് ദേവാലയത്തിൻ്റെ അവസ്ഥയെപ്പറ്റിയാണെന്നത് പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്, തിരിച്ചറിയേണ്ടതാണ്. നാം എല്ലാവരും ദേവാലയത്തെപ്പറ്റിയുള്ള എരിവുകാരാണ്. പക്ഷേ നാം ഉൾപ്പെട്ടിരിക്കുന്ന ദേവാലയങ്ങളുടെ അവസ്ഥ എന്താണ്? അതിനെ യേശുവിൻ്റെ കണ്ണിൽ കൊണ്ട് നോക്കിയാൽ ഏത് കാറ്റഗറിയിൽ പെടുത്തും എന്ന് ചിന്തിക്കുവാനുള്ളൊരു കടമ നമുക്കുണ്ട്. എന്നതെങ്കിലും തിരിച്ചറിയാനുള്ള അവസരമായി ഇതിനെ പ്രയോജനപ്പെടുത്തണമെന്ന് ഇവരോട് ഞാൻ വിനീതമായി ആമുഖമായി തന്നെ അഭ്യർത്ഥിക്കുകയാണ്. നാം ഉൾപ്പെട്ടിരിക്കുന്ന സഭ പ്രാർത്ഥനാലയമാണോ, അല്ലെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ സകല ജാതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാലയമാണോ, അല്ല അത് കള്ളന്മാരുടെ ഗുഹയായി തീർന്നോ എന്നതിനെപ്പറ്റി വളരെ വ്യക്തമായ സത്യസന്ധമായ ഒരു ബോധം, ഒരു തിരിച്ചറിവ്, ഒരു നിശ്ചയം പ്രാപിപ്പാൻ നമുക്ക് കടമയുണ്ട്. യേശു തന്നെ പറയുന്നുള്ളൂ, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ, വാച്ച് ആൻഡ് പ്രേ. കാരണം സത്യമറിയാതെ നമുക്ക് ആരാധിക്കാൻ സാധ്യമല്ല, പ്രാർത്ഥിക്കാൻ സാധ്യമല്ല. സത്യമറിയാതെ സത്യത്തിൻ്റെ ദൈവത്തെ അനുസരിപ്പാനോ പ്രീതിപ്പെടുത്തുവാനോ സാധ്യമല്ല. യേശു തന്നെ സത്യമായി അവതരിപ്പിച്ചു. അതുകൊണ്ട് നാം ആയിരിക്കുന്ന അവസ്ഥയുടെ സത്യം എന്താണ് എന്നെങ്കിലും തിരിച്ചറിയാനുള്ള കടമ നമുക്കുണ്ട് എന്ന വളരെ ലളിതമായ പ്രമാണം തിരിച്ചറിയുന്നൊരു അവസരമായി ഇത് രൂപാന്തരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രത്യേകമായ തിരിച്ചറിവിലേക്ക് ഞാൻ എവരെയും ക്ഷണിക്കുകയാണ്. സകല ജാതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനാലയം, അല്ലെങ്കിൽ സകല ജാതികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഇടം എന്ന് വിഭാവന ചെയ്ത് സ്ഥാപിച്ചിരിക്കുന്ന സഭ, അതിന് കാലാകാലങ്ങളിൽ മാറ്റം സംഭവിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കള്ളന്മാരുടെ ഗുഹയായി തീർന്നു. കള്ളന്മാരുടെ ഗുഹയായി തീർന്നു. ഇവിടെ നാം പ്രത്യേകിച്ച് തിരിച്ചറിയണം. ഇതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ തട്ടിയ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തിരിച്ചറിവ്. അതായത് ഒരു വലിയ ചുരുക്കത്തിൻ്റെ അവസ്ഥയാണ് യേശുവിടെ വിലപിക്കുന്നത്. സർവ്വജനങ്ങൾക്കും സർവ്വജാതികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി അനവരതം അധ്വാനിക്കുന്ന, ആത്മാർത്ഥമായി കാംക്ഷിക്കുന്ന, എല്ലാവരുടെയും നന്മയുടെ ചുമതല ദൈവത്തിൽ നിന്ന് തന്നെ ഏറ്റെടുക്കുന്ന വിശാലതയുടെ ഒരു അവസ്ഥയിലായിരിക്കണം സഭകൾ സ്ഥിതി ചെയ്യേണ്ടത്. യേശുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ആധികാരിക സ്വഭാവം അതായിരിക്കണം. അല്ലെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ഭവനം എന്ന് യേശു വിഭാവന ചെയ്യുന്ന ആരാധനയുടെ അനുഭവം, ആരാധനാലയത്തിൻ്റെ ആന്തരികമായ ആത്മീയമായ സ്ഥിതി അതായിരിക്കണം എന്നത് വളരെ വ്യക്തമായി യേശു വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവികമായിട്ടുള്ളതിലെല്ലാം
ഒരു വിശാലത ഉണ്ടാകുമെന്നത് പലപ്പോഴും മതപരിശീലനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നമുക്ക് മനസ്സിലാകില്ല. കാരണം മതത്തിൻ്റെ സ്വഭാവം തന്നെ ദൈവത്തെ ചുരുക്കി 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 സ്വന്തം പോക്കറ്റിലിടുന്ന ഒരു പ്രവണതയാണ്. അതേസമയം തന്നെ നാം പറയും ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്, അണ്ഡകടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചവനാണെന്ന് പറയുകയും ദൈവം അർഹിക്കുന്ന ദൈവത്തിൻ്റെതായ വിശാലതയിൽ ദൈവത്തെ അംഗീകരിക്കാൻ നമുക്ക് മനസ്സില്ലാതെയും ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഭക്തി നാം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നത് നമ്മെ ഞെട്ടിപ്പിക്കേണ്ട ഒരു വിരോധാഭാസമാണ്. ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. അത് മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ. അത് ഈ കാലഘട്ടത്തിൻ്റെ സുപ്രധാനമായ ഒരു അനിവാര്യതയാണ്, ഒരു അത്യാവശ്യമാണ് എന്ന വിശ്വാസജനം ദയവായി തിരിച്ചറിയണമെന്ന് ഏവരോട് ഞാൻ വിനയമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ആരാധന അല്ലെങ്കിൽ ദൈവിക ബോധം അല്ലെങ്കിൽ ദൈവത്തോടുള്ള സമർപ്പണം, ദൈവവുമായുള്ള ബന്ധം, ഈ കാര്യങ്ങളിലൊക്കെ യേശു എപ്പോഴും ശ്രദ്ധിച്ചിരുന്നത്, ഊന്നിപ്പറഞ്ഞിരുന്നത് വിശാലതയുടെ അനുഭവമാണ്. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന അനുഭവമാണ്. ഒന്നിനെയും ഒഴിച്ചു മാറ്റി നിർത്താതെ, ഒന്നിനെയും തള്ളിക്കളയാതെ ദൈവത്തിൻ്റെ വിശാലത ഈ ഭൂമിയുടെ പരപ്പിൽ പ്രതിബിംബിക്കുന്ന ഇടമായിരിക്കണം ആത്മീകമായ അർത്ഥമുള്ള ആരാധനാലയം എന്നതാണ് യേശു ഇവിടെ വെളിപ്പെടുത്തുന്നത്. പക്ഷെ അതിനേക്കാൾ സൂക്ഷ്മമായി എനിക്ക് ഇന്ന് നിങ്ങളോട് പങ്കിടാനുള്ള ചിന്ത, അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കള്ളന്മാരുടെ ഗുഹയായി തീർന്നിരിക്കുന്നു. ഇവിടെ രണ്ട് കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഒന്ന് കള്ളന്മാർ, രണ്ട് ഗുഹ. ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് എന്നതുകൊണ്ട് ഇവയെ ഒരുമിച്ച് പരിഗണിച്ച് ചിന്തിക്കുന്നതായിരിക്കും ഉചിതം. അപ്പോൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, എവിടെയൊക്കെ യഥാർത്ഥത്തിൽ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ അറിയുകയും ആരാധിക്കുകയും ചെയ്യുന്നുവോ, ഏതെങ്കിലും വ്യക്തിയുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ പറ്റിയുള്ള ബോധമുണ്ടാകുന്നുവോ, അവിടെയെല്ലാം ദൈവിക സ്വഭാവമായ വിശാലത, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന, അതിരുകൾക്ക് ഇടമില്ലാത്ത ഒരു വലിയ സ്വീകാര്യത, ഒരു വലിയ സ്പിരിച്വൽ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയാം. അതായത് ആത്മീകമായ ആതിഥേയത്വത്തിൻ്റെ സ്വഭാവം. യാതൊരു എന്താണ് പറയുന്നത്, കണ്ടീഷനുമില്ലാതെ അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ് ഓഫ് എവ്രിതിങ്, റിഫ്ലെക്റ്റിംഗ് ദ നേച്ചർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വിശാലതയെ പ്രകടിപ്പിക്കത്തക്ക വിധത്തിൽ ലോകത്തിലുള്ള എല്ലാ അവസ്ഥകളോടും സാധ്യതകളോടും സകാരാത്മകമായ പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവം ആർജിക്കുകയും നിലനിർത്തുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഇടയിൽ ദൈവത്തിന് സ്ഥാനമുണ്ടോ എന്ന ചോദ്യത്തിനും നമ്മുടെ ഉള്ളിൽ ദൈവത്തിന് ഇടമുണ്ടോ എന്ന ചോദ്യത്തിനും ഉത്തരം എന്നാണ് യേശു ഇവിടെ പറയുന്നത്. എന്നാൽ അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായി ഗുഹയെന്ന് പറയുമ്പോൾ അത് വളരെ ഇടുങ്ങിയതാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? സർവജനത്തിനും ഉണ്ടാകേണ്ട മഹാസന്തോഷം ഈ ഭൂമിയിൽ ഒരു ശിശുവായി പിറന്നു എന്ന് മാലാഖമാർ സാക്ഷ്യപ്പെടുത്തിയതിലൂടെ ആരംഭിച്ച ഈ രക്ഷണ്യ ശുശ്രൂഷയുടെ ഫലമായി ഉടലെടുത്ത സഭ ദൈവികമായ വിശാലതയെ മനഃപൂർവ്വം ഉപേക്ഷിച്ച് ഒരു ഇടുങ്ങിയ അവസ്ഥയിലേക്ക് കടന്നുപോയി. അതിൻ്റെ ഫലമായി അതിൻ്റെ അവസ്ഥയിൽ, അനുഭവത്തിൽ, അതിൻ്റെ സ്വത്വത്തിൽ കാര്യമായ തകരാറ് സംഭവിച്ചു. അതിപ്പോൾ കള്ളന്മാരുടെ ഗുഹയാണ്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിശാലമായതിനെ നാം ഇടുങ്ങിയ അവസ്ഥയിൽ കൊണ്ടുവെക്കുന്നത് ഒരിക്കലും നല്ല ഉദ്ദേശത്തോടു കൂടെ അല്ല. ഇടുങ്ങിയ മനോഭാവം ദൈവികമായ ചിന്തകൾക്ക് ഘടകവിരുദ്ധമാണ്. അത്
നന്മയെയോ വെളിച്ചത്തിൻ്റെ പ്രവൃത്തിയെയോ സാധ്യതകളെയോ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമല്ല. ഇപ്പം ലൗദോക്യ സഭയുടെ അവസ്ഥയിൽ നോക്കുമ്പോൾ അത് ധനമേറിയ പണക്കൊഴുപ്പുള്ള സഭയായിരുന്നത് കൊണ്ട് യേശുവിന് അതിനുള്ളിൽ കടക്കാൻ അവകാശമില്ലാതെ അവനെ സഭയുടെ ഗേറ്റിന് വെളിയിൽ നിഷ്കാസിതനായി നിർത്തിയിരിക്കുന്ന അവസ്ഥയാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നാം കാണുന്നത്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, കണ്ടാൽ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരാണ് വാതിൽക്കൽ നിന്ന് മുട്ടുന്നത്? പ്രവേശനം ലഭിച്ചിട്ടില്ലാത്ത ആൾ മാത്രമേ വാതിൽക്കൽ നിന്ന് മുട്ടുകയുള്ളൂ. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ വളരെ സന്തോഷത്തോടും ആവേശത്തോടും കീഴെ വിളിച്ച് സ്വീകരിച്ച് അകത്ത് കൊണ്ടിരുത്തിയിട്ട് ആ വ്യക്തി പറയത്തില്ല, കണ്ടാൽ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. അത് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ യേശുവിന് പ്രവേശനമില്ലാത്തൊരവസ്ഥയിലേക്ക് സഭ അധപ്പതിച്ചു പോകും എന്നതിൻ്റെ വളരെ കൃത്യമായ ആവിഷ്കാരമാണ് ലൗദോക്യ സഭയുടെ അവസ്ഥ. ഇതെല്ലാ സഭകൾക്കും എക്കാലത്ത് സംഭവിക്കാവുന്ന അക്കടിയാണ് എന്നതുകൊണ്ടാണ് ഇത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ സങ്കുചിതമായ മനോഭാവം, ഇടുങ്ങിയ മനോഭാവം, അല്പത്തരത്തിൻ്റെ അഹങ്കാരം, അല്ലെങ്കിൽ അല്പത്തരത്തിൻ്റെ അജണ്ടകൾ പ്രവർത്തിക്കുന്നുവോ അവിടെയെല്ലാം സത്യത്തിൻ്റെ സാക്ഷികളായിരിക്കല്ല, പിന്നെ അവിടെ കള്ളന്മാരായിരിക്കും എന്നതാണ് യേശു വെളിപ്പെടുത്തുന്നത്. ഈ യെരൂശലേം ദേവാലയം ശുദ്ധീകരിക്കുന്നതിൽ കൂടെ യേശു ഒരു ദേവാലയ ശുദ്ധീകരണം മാത്രമല്ല നടത്തുന്നത്, എക്കാലത്തും പ്രസക്തമായിരിക്കുന്ന, ഒരു കാലത്തും മനുഷ്യനെ ഉപേക്ഷിക്കാൻ കഴിയാത്ത വളരെ ശ്രദ്ധേയമായ ഒരു വെളിപ്പെടുത്തലിൻ്റെ വേദിയായിട്ടാണ് യേശു ദേവാലയ ശുദ്ധീകരണം നടത്തുന്നതെന്ന് പൂർവാധികമായ വ്യക്തതയോടെ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് ഈ പ്രാർത്ഥനാ നിർഭരമായ അന്വേഷണത്തിൽ കൂടെ പ്രാപിക്കുന്ന ഉൾക്കാഴ്ചകളെ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന ഒരു പ്രതീക്ഷയിൽ വെളിപ്പെടുത്തുന്നത്, പങ്കിടുന്നത്. അപ്പോൾ ഈ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദൈവത്തിന് ഇടമുണ്ടാകുകയില്ല. കാരണം വിശാലമായതിനെ സങ്കുചിതമായ ഗുഹയിൽ ഒതുക്കുവാൻ സാധ്യമല്ല. ഗുഹയിൽ വളരെ സൗകര്യാർത്ഥം സ്ഥിതി ചെയ്യുവാനും അവിടെ അവരുടെ പരിപാടികൾ നടത്താനും അവിടെ താല്പര്യങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനും സാധിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവരുടെ പേരാണ് കള്ളന്മാർ എന്ന്. അതുകൊണ്ട് ആ ഗുഹ കള്ളന്മാരുടെ കെയർ ഓഫിലാണ് അറിയപ്പെടുന്നത്. എൻ്റെ പിതാവിൻ്റെ ആലയത്തെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി എന്നാണ് യേശുവിടെ പറയുന്നത്. അപ്പോൾ ഗുഹയുടെ തിരിച്ചറിവ് തന്നെ, ഗുഹയുടെ ഐഡൻറ്റിറ്റി തന്നെ കള്ളന്മാരിൽ കൂടെയാണ്. എവിടെ ഗുഹയുണ്ടോ അവിടെ കള്ളന്മാരുണ്ടായിരിക്കും. എവിടെ കള്ളന്മാർ പോകുന്നു അതാണ് ഗുഹ. നമ്മളതിനെ ദേവാലയമെന്നും പരിശുദ്ധാരാധനാലയമെന്നും ദൈവസ്ഥാനമെന്നും ഒക്കെ വേണേൽ പറയാം. പക്ഷെ സത്യത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അത് കള്ളന്മാരുടെ ഗുഹയാണ്. ഇനി നമുക്ക് അടുത്ത ചിന്തയിലേക്ക് ഒന്ന് മുന്നേറാം. ഗുഹ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അത് ഇടുക്കത്തിൻ്റെ അവസ്ഥയാണ്. അവിടെ എല്ലാവർക്കും ഒന്നും കയറി ഇടം പിടിക്കാൻ സാധ്യമല്ല. യേശു തൻ്റെ വ്യക്തിത്വത്തെ പറ്റിയോ തൻ്റെ പരസ്യ ശുശ്രൂഷയോ എവിടെയൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ അവിടെയെല്ലാം വിശാലതയുടെ ഒരു സൂചന വളരെ വ്യക്തമായി നൽകുന്നുണ്ട്. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന ഉപമകളാണല്ലോ ആ അധ്യായം മുഴുവനും. അതിൽ കടുകുമണിയുടെ ഉപമയുണ്ട്. ഒരു കടുകുമണി വീണ് ചത്ത് അത് പൊട്ടിമുളച്ച് അത് ചെടിയായി മരമായി വളർന്ന് പ്രകൃതിയിലെ ഒരു കടുകുമണിയും ചെയ്യാത്ത വിധത്തിൽ, അല്ലെങ്കിൽ ഒരു കടുക് ചെടിയും ചെയ്യാത്ത വിധത്തിൽ അതിൻ്റെ ശിഖരങ്ങൾ ഭൂമിയുടെ അറുതി വരെയും അത് അയക്കുന്നു. കാരണം എന്താണ്? അതിൽ ആകാശത്തിലെ പറവകൾ വന്ന് കൂടുവെക്കും. അതാണ് വിശാലത എന്ന് ഞാൻ പറയുന്നത്. വിശാലത,
ഒരു വിശ്വാസിയുടെ വ്യക്തിത്വം എങ്ങനെയായിരിക്കണമെന്ന് യേശു സൂചിപ്പിക്കുമ്പോൾ ഇതേ ആശയം കുറെ കൂടെ ഊന്നലോടുകൂടെ യേശു പറയുന്നുണ്ട്. നിങ്ങൾ ആരാണ് എന്നാണ് നിങ്ങൾ ധരിക്കേണ്ടത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. അപ്പോൾ നിങ്ങളുടെ വിശാലതയുടെ വലിപ്പം, അതിൻ്റെ ആക്കം എത്ര വലുതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ ആരാണ്? നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എത്രയോ വിശാലമായ കാഴ്ചപ്പാടാണ്. പക്ഷെ ആ ഒരു കാഴ്ചപ്പാട് സ്വീകരിപ്പാൻ ക്രിസ്ത്യാനികളായ നമുക്ക് ഇന്ന് സ്വാതന്ത്ര്യമില്ല. ഒരു ഓർത്തഡോക്സുകാരന് ഒരു യാക്കോബക്കാരനെ സ്നേഹിക്കാനോ അവനെ സഹോദരനായിട്ടോ അല്ലെങ്കിൽ അവളെ സഹോദരിയായിട്ടോ കൈക്കൊള്ളുവാനോ സാധ്യമല്ല. ഒരു യാക്കോബ ശവം ഓർത്തഡോക്സ് സെമിറ്ററിയിൽ അടക്കാൻ സാധ്യമല്ല. വേണ്ട, സീറോ മലബാർ സഭയിലേക്ക് വരുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുന്നവന് പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിൽക്കുന്നവന് സഹിക്കാൻ വയ്യ. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിൻ്റെ മൂലമർമ്മമാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇത് ആകസ്മികമായി സംഭവിക്കുന്നതല്ല. ഇത് ന്യായമായും അനിവാര്യമായും സംഭവിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ്? ദൈവികമായ വിശാലത ഉപേക്ഷിച്ചിട്ട് ചില സ്ഥാപിത താല്പര്യങ്ങളുടെയും അധാർമികമായ അഭിരുചികളുടെയും അടിമത്വത്തിൽ മനുഷ്യൻ സങ്കുചിതമായ അവസ്ഥകളിൽ അഭയം പ്രാപിക്കുമ്പോൾ അവൻ ഈ പ്രപഞ്ചത്തെ ഒരു ഗുഹയാക്കി ഒതുക്കിക്കളയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അവന് സംഭവിക്കുന്ന, അവൻ്റെ വ്യക്തിത്വത്തിന്, അവൻ്റെ മാനവികതയ്ക്ക് സംഭവിക്കുന്ന ഭീകരമായ അധഃപതനത്തിൻ്റെ സൂചനയാണ് നമുക്കിവിടെ ലഭ്യമാകുന്നത്. അപ്പോൾ സഭയുടെ ജീവിതത്തിൽ മനുഷ്യർ കള്ളന്മാരായി തീരും എന്ന ഒരു സൂചനയാണിത്. ഇപ്പം കള്ളന്മാരുടെ ഗുഹയിൽ ഇരുന്ന് വളരെ ഭയഭക്തിയോടെ ആരാധിക്കണമെങ്കിൽ കള്ളന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് വെറും യുക്തിയാണ്. അങ്ങനെ നാം വളരെ ഭയഭക്തിയോടെ മാമൂലുകൾ അനുസരിച്ച് ആരാധിക്കുമ്പോൾ നമ്മളും നാം അറിയാതെ കള്ളന്മാരായി തീരുകയാണ്. അന്യൻ്റെ മുതൽ മോഷ്ടിക്കുന്നത് മാത്രമല്ല കള്ളം. അതുകൊണ്ട് നമുക്കറിയാം, യാക്കോബക്കാരുടെ മുതൽ മുഴുവൻ പിടിച്ചടക്കിയ ഓർത്തഡോക്സുകാർക്ക് യഥാർത്ഥത്തിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കുമല്ലോ എന്ന് ചിന്തിക്കത്തക്കവണ്ണം അത് ചെയ്യുന്നത് അധർമ്മമാണെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് ചിന്തിക്കത്തക്കവണ്ണം അത്രമാത്രം സങ്കുചിതമായ മനോഭാവത്തിൽ കൂടെ മാത്രമേ ഒരുത്തൻ ആധികാരികമായ ഓർത്തഡോക്സുകാരനകത്തുള്ളൂ എന്ന് വിചാരിക്കുന്നൊരവസ്ഥയിലേക്ക് മനുഷ്യൻ്റെ കാഴ്ചപ്പാടും അവൻ്റെ വ്യക്തിത്വവും ചുരുങ്ങിപ്പോയാൽ അവൻ സ്ഥിതി ചെയ്യുന്നത്, അവൻ ആരാധിക്കുന്നത് ദൈവത്തിൻ്റെ ആലയത്തിലാണോ കള്ളന്മാരുടെ ഗുഹയിലാണോ? നിങ്ങൾ ദയവായി ആലോചിക്കുക. ഞാനായിട്ട് അതിനൊരു ഉത്തരം പറയുന്നില്ല. ഇതൊരു വലിയ അപകടമാണ്. മനുഷ്യരാശിയുടെ അധഃപതനത്തിന് നെല്ലിപ്പലക ഇവിടെയാണ് എന്നതാണ് യേശു നമുക്കറിയാം, യേശു സമാധാനത്തിൻ്റെ രാജാവായിരുന്നു. അവൻ ക്രമം കെട്ട് ഒന്നിനോടും പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ സഭയ്ക്കുള്ളിൽ, ആരാധനാലയങ്ങളുടെ ഉള്ളിൽ അന്നത്തെ പുരോഹിതവർഗം വരുത്തിവെച്ച ഈ വലിയ അധഃപതനത്തിൻ്റെ ഭീകരത കണ്ട് മുൻപൊരിക്കലും പ്രതികരിക്കാത്ത വിധത്തിൽ ഒരു സിംഹത്തെ, വലർന്ന സിംഹത്തെ പോലെ അവൻ ചാട്ടവാറെടുത്ത് അവിടെ പ്രയോഗിച്ചു എന്ന് ചില ചിത്രീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്രമാത്രം ഭീകരമായൊരവസ്ഥയാണിത്. ഇതിൻ്റെ തനി സ്വഭാവം എനിക്ക് മനസ്സിലാക്കാൻ വളരെ വൈകിപ്പോയി എന്നൊരു വലിയ കുണ്ഠിതം, വലിയൊരു സങ്കടം ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഇനിയും ഈ കള്ളന്മാരുടെ ഗുഹ എന്ന് പറയുമ്പോൾ അത് എന്താണ്? അതുകൊണ്ട് അതിൻ്റെ പ്രാവർത്തികമായ അർത്ഥം എന്താണ്? അതിൽ കൂടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അല്പം ഒന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ വിഷയത്തിലെ പ്രാധാന്യം സ്പഷ്ടമായി വേണ്ട വിധത്തിൽ, തോതിൽ നമുക്ക് ഗ്രഹിപ്പാൻ സാധ്യമാകുകയുള്ളൂ എന്നതുകൊണ്ട് അടുത്ത ഏതാനും മിനിറ്റുകൾ അതിനുവേണ്ടി നമുക്ക് പ്രയോജനപ്പെടുത്താം. നമുക്കറിയാം, യേശു ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ അവിടെ സത്രത്തിൻ്റെ മുൻപിൽ ഒരു നോട്ടീസ് പതിച്ചിരുന്നു. എന്താണ്? ഇവിടെ ഇടമില്ല, ഇവിടെ ഇടമില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യനിർമ്മിതമായ ഒന്നിൽ പോലും ദൈവത്തിന് ഇടമുണ്ടാകുകയില്ല. ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ മർമ്മം. ഞാൻ കഴിഞ്ഞ അരനൂറ്റാണ്ടായി
അനേക സ്ഥാപനങ്ങളോട് പല തോതിലും തരത്തിലുമുള്ള ബന്ധം പുലർത്തുകയും പല ജനകീയ പ്രസ്ഥാനങ്ങളിലും പങ്കെടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പ്രാപിച്ച അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവികമായ വിശാലത പ്രാവർത്തികമാക്കുന്ന വിധത്തിൽ കാണുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരു സംവിധാനവും മനുഷ്യനിർമ്മിതമായിട്ടില്ല. മനുഷ്യത്വത്തിന് പോലും ഇടമില്ലാത്ത വിധത്തിലാണ് മനുഷ്യ സൃഷ്ടിച്ചു വെക്കുന്ന സംവിധാനങ്ങൾ എന്നതാണ് ചരിത്രപരമായ സത്യം. അത് മതമാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്നതിൻ്റെ സൂചനയാണ് യേശുവിൻ്റെ ക്രൂശീകരണം. എല്ലാ വർഷവും ക്രൂശിനെ ധ്യാനിക്കുന്ന ക്രിസ്ത്യാനിക്ക് ഒരുപക്ഷെ വേണ്ടതുപോലെ ഇന്ന് മനസ്സിലായിട്ടില്ലാത്ത കാര്യം, സംഘടിതമായ മതം മനുഷ്യൻ്റെ കലാപരിപാടിയാണ്, മനുഷ്യൻ്റെ കരവിരുതാണ്, മനുഷ്യൻ്റെ സൃഷ്ടിയാണ്. അതിനകത്ത് ദൈവത്തിന് സ്ഥാനമുണ്ടാകുകയില്ല. യഹൂദ മതം ഒരു പൈശാചികമായ ആയിരുന്നത് കൊണ്ടല്ല അവർ യേശുവിനെ കൊന്നത്. യഹൂദ മത പുരോഹിതന്മാർ അവനെ കൊന്നത്. യേശുവിനെ കൊന്നേയും അവരുടെ മതത്തെ സംരക്ഷിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് യഹൂദ മതത്തിൻ്റെ സംരക്ഷകരായ അന്നത്തെ പുരോഹിത ശ്രേഷ്ഠന്മാർ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കാര്യം, അവരുണ്ടാക്കി വെച്ച സംവിധാനം അത്ര സങ്കുചിതമാകയാൽ അതിനകത്ത് മനുഷ്യപുത്രനായും ദൈവപുത്രനായും കടന്നു വന്ന യേശുവിന് ഇടമുണ്ടാകുവാൻ ഒരു വിധത്തിലും സാധ്യമല്ല എന്ന പ്രാവർത്തികമായ മർമ്മത്തെ വളരെ ആത്മാർത്ഥമായി തന്നെ അവർ ധരിച്ചത് കൊണ്ടാണ്. അവർ നല്ല ഉദ്ദേശത്തോടുകൂടെ തന്നെയാണ് പ്രവർത്തിച്ചത്. പക്ഷേ അന്ന് നല്ല ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവരായിരിക്കുന്ന ഇടം, അവർ പ്രതിനിധാനം ചെയ്ത സംവിധാനം കള്ളന്മാരുടെ ഗുഹയായി കഴിഞ്ഞു എന്നറിയാതെ അതിനോടുള്ള ആത്മാർത്ഥതയിൽ സത്യസന്ധമായി അവർ പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമായി അവർ എടുത്ത ഒരു അന്തിമമായ തീരുമാനമാണ്, ഇവനെ ഒടുക്കിയാൽ മാത്രമേ, ദൈവപുത്രനായ യേശുവിനെ ഒടുക്കിയാൽ മാത്രമേ ഞങ്ങളുടെ ദൈവത്തെ സംരക്ഷിക്കുവാനും ഞങ്ങളുടെ മതത്തെ നിലനിർത്തിക്കൊണ്ടുപോകാനും സാധ്യമാകുകയുള്ളൂ എന്ന് അവർ ആത്യന്തികമായി തീരുമാനിച്ചതിൻ്റെ കാര്യം ഇതാണ്. അപ്പോൾ ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഇടമില്ല. പിന്നെ ഇടം ഉള്ളവർ, ആർക്കാണ് ഇടമുള്ളത്? ഈ കള്ളന്മാരുടെ ഗുഹയിൽ അവരുടെ പ്രവൃത്തി തന്നെയാണ് ഏറ്റവും അഭിലഷണീയം, ഏറ്റവും മനോഹരം, ഏറ്റവും ആധ്യാത്മികമായ പ്രബുദ്ധതയുള്ളത് എന്നൊക്കെ പറഞ്ഞ് അതിനോട് സഹകരിച്ച് നിൽക്കുന്നവർക്ക് മാത്രമേ അതിലിടമുണ്ടാകുകയുള്ളൂ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആരെങ്കിലും സത്യത്തിൻ്റെ വഴിയെ സഞ്ചരിച്ചിട്ട് അവർ കയ്യടി വാങ്ങിച്ചെന്നോ, അവർ ജനപ്രീതി ആർജിച്ചെന്നോ, അവർക്ക് കസേര കിട്ടിയെന്നോ, അവർക്ക് മൈക്കും മൈതാനവും കിട്ടിയെന്നോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യേശുവിൻ്റെ വ്യക്തിത്വത്തെ പരാമർശിച്ചുകൊണ്ട് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ എന്താണ് പറഞ്ഞത്? സർവ ജനത്തിനും വേണ്ടിയ വെളിച്ചം അവനിൽ കൂടെ വന്നു, പക്ഷേ ജനം വെളിച്ചത്തെ ഉപേക്ഷിച്ച് അന്ധകാരത്തെ സ്വീകരിച്ചു, കാരണം അവരുടെ പ്രവൃത്തികൾ ദോഷമായതായിരുന്നു. They preferred darkness to light because their deeds were evil എന്നല്ലേ എഴുതിയിരിക്കുന്നത്. അവിടെയും ഇത് തന്നെയാണ്. കള്ളന്മാരുടെ ഗുഹയായി കഴിഞ്ഞാൽ ഈ വെളിച്ചത്തെ സ്വീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ ഗുഹയിൽ പോയിരിക്കുന്നത്. വെളിച്ചത്തെ ഉപേക്ഷിച്ചിട്ടാണല്ലോ ഗുഹയിൽ പോയിരിക്കുന്നത്. ഗുഹയിൽ കയറി ഇരുന്നിട്ട് എനിക്ക് വെളിച്ചത്തോട് പ്രേമമാണെന്ന് പറയുന്നതിൻ്റെ പേരാണ് കപടഭക്തി. അതാണ് നമ്മുടെ കയ്യിൽ മുറ്റി നിൽക്കുന്നത് ദയവായി മനസ്സിലായി. ഇനിയും ഈ സങ്കുചിതമായ അവസ്ഥയാണ് നമ്മുടെ ഭക്തി. സഭാഭക്തി എന്ന് പറഞ്ഞാൽ ഈ സങ്കുചിതമായ മനസ്ഥിതിയാണ്. ഈ സങ്കുചിതമായ മനസ്ഥിതിയുടെ പരിണിത ഫലമാണ് സഭ എന്നത് കള്ളന്മാരുടെ ഗുഹയായിത്തീരുന്നത് എന്നത് യേശു എന്നേക്കുമായി നൽകിയ വെളിപ്പെടുത്തലാണ്. അത് അവൻ്റെ കയ്യിൽ നിന്ന് പറ്റി ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു, അത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ നിന്ന് ഒന്നുമിട്ട് എനിക്ക് പറയാനില്ല എന്നൊരിക്കൽ കൂടെ ഞാൻ ഏവരെയും ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഇനി യേശു തൻ്റെ ഇഹലോക ദൗത്യത്തിൻ്റെ പരിപൂർത്തിയിൽ മനുഷ്യജാതിയുടെ നന്മയ്ക്കായി തന്നെ കാൽവറിയിൽ യാഗമായി അർപ്പിക്കുന്ന സമയം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാവരും അവനെ ഉപേക്ഷിച്ചു. അവൻ ഏകനായി അവൻ ഒറ്റപ്പെട്ടു പോയി നാം വായിക്കുന്നുണ്ട്. ഏകനായി കുരിശും വഹിച്ചുകൊണ്ട് ഗോൽഗോഥയിലേക്ക് വീണും എഴുന്നേറ്റും
വലിഞ്ഞും നിരങ്ങിയും പോകുന്ന ഒരു ക്രിസ്തുവിനെ നാം കാണുന്നുണ്ട്. നാം ആ ക്രിസ്തുവിനെ കാണുമ്പോൾ എന്ത് വിചാരിക്കണം? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ക്രിസ്തുവിനെ കണ്ട് കരഞ്ഞ യഹൂദ സ്ത്രീകളോട് യേശു എന്താണ് പറഞ്ഞത്? യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെപ്പറ്റി വിലപിക്കരുത്, നിങ്ങളെപ്പറ്റിയും നിങ്ങളുടെ മക്കളെപ്പറ്റിയും വിലപിപ്പിൻ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നില്ലേ? നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ അംശമാണ്, ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്, ഈ പ്രപഞ്ചം മുഴുവനും എൻ്റേതാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തുന്നത്? നിങ്ങളാണ് ഒറ്റപ്പെട്ടു പോയത്, നിങ്ങളാണ് ഒറ്റപ്പെട്ടു പോയത്, നിങ്ങളാണ് ഒറ്റപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതാണ് സത്യം. അത് മാത്രമാണ് സത്യം. യേശുവിനെ ഇപ്പോൾ ഒരാളെ കാരാഗ്രഹത്തിൽ അടച്ചാൽ ഒറ്റപ്പെട്ടു പോകുന്നത് യേശുവാണോ ലോകം മുഴുവനുമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ കാരാഗ്രഹത്തിൽ അടച്ചാൽ ആരാണ് ഒറ്റപ്പെട്ടു പോകുന്നത്? അടയ്ക്കുന്നവരല്ലേ. അത്രയും ബുദ്ധി നമുക്കില്ലാതെ പോകുന്നുവല്ലോ. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവരെ ഒറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കാലത്ത് പലരും എന്നെ വിളിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകളായ ആളുകൾ എന്നെ വിളിച്ച്, അയ്യോ വയസ്സുകാലത്ത് താൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നൊക്കെ എന്നോട് അനുകമ്പ കാണിക്കുന്നവരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ദയവായി അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ ഒറ്റപ്പെട്ടു പോയിട്ടില്ല. ഞാൻ നീതിയുടെ പാതയിലാണ്, സത്യത്തിൻ്റെ പാതയിലാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ എന്നെ ആർക്കും ഒറ്റപ്പെടുത്തുവാൻ സാധ്യമല്ല. അല്ലെങ്കിൽ സുവിശേഷം തെറ്റാണ്, അല്ലെങ്കിൽ യേശു പറഞ്ഞത് മുഴുവൻ തെറ്റാണ്. അങ്ങനെ ഒറ്റപ്പെടുത്തേണ്ട അവസ്ഥ എനിക്ക് അല്പം പോലും തോന്നിയിട്ടുമില്ല. ഇനി ഈ ഒറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ പുറന്തള്ളു, നമുക്കറിയാം യേശുവിനെ പട്ടണത്തിന് വെളിയിൽ കൊണ്ടുപോയി ക്രൂശിച്ചു. കാരണം ക്രൂശിച്ചാൽ മാത്രം പോരാ, അവനെ പുറന്തള്ളി എന്ന ആ ഒരു തിക്തമായ അനുഭവത്തിൽ വേണം അവൻ അന്ത്യശ്വാസം വലിക്കാൻ എന്നതുകൊണ്ട് പട്ടണത്തിന് വെളിയിൽ കൊണ്ടുപോയി എല്ലാ വിധത്തിലും തിരസ്കരിക്കപ്പെട്ടവനായി, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട്, പട്ടണത്താൽ പോലും കാലുകുത്താൻ ഇടമില്ലാതെ തലയോട്ടിടം എന്ന് പറയുന്ന ഗോൽഗോസയെ കൊണ്ട് ക്രൂശിച്ചു. ഇത് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചില ചിന്തകൾ, ഒരു സിംഹത്തിന് ഒരു കുരികിലിൻ്റെ കൂടിനകത്ത് സ്ഥലമുണ്ടാകുകയില്ല. ഒരു സിംഹത്തിന് ഒരു കുരികിലിൻ്റെ കൂടിനകത്ത് സ്ഥലം ഉണ്ടാകുകയില്ല. കാരണം അത് സിംഹത്തിൻ്റെ പ്രശ്നമല്ല, ആ കൂട് അത്ര ചെറുതാണ് എന്നതുകൊണ്ടാണ്. പണ്ട് ഈ സ്റ്റാൻലി ജോൺസ് മാരാമൺ വന്നത് തുടരെ പ്രസംഗിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടത്തിൽ സ്റ്റാൻലി ജോൺസിനോട് ഡേവിഡ് മസിലമണി എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ കൺവെൻഷൻ പ്രാസംഗികൻ ചോദിച്ചു, ഗാന്ധി സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്റ്റാൻലി ജോൺസ് പറഞ്ഞു, ഗാന്ധിക്ക് പ്രവേശനമില്ലാത്ത സ്വർഗം വളരെ പാപ്പരത്വമുള്ളതായിരിക്കും എന്ന് പറഞ്ഞു. The heaven will be poorer because of that if Gandhi has no place എന്ന് പറഞ്ഞു. അത് നമുക്കറിയാം, മാർത്തോമക്കാരെ നന്നേ ചൊടിപ്പിച്ചു, പ്രകോപിപ്പിച്ചു. മാമോദീസ കേൾക്കാത്ത ഗാന്ധി എങ്ങനെയാണ് സ്വർഗത്തിൽ പോകുന്നത്? കർത്താവിനെ രക്ഷിതാവായി ഏറ്റുപറയാത്ത, നാവ് കൊണ്ട് ഏറ്റുപറയാത്ത ഗാന്ധി എങ്ങനെയാണ് സ്വർഗത്തിൽ പോകുന്നത്? സത്യകർമ്മം കുർബാന ഏർക്കാത്ത ഗാന്ധി എങ്ങനെയാണ് സ്വർഗത്തിൽ? ബിഷപ്പന്മാരുടെ കൈമുത്താത്ത ഗാന്ധി എങ്ങനെയാണ്? ഇതിനപ്പുറത്ത് ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. അതാണ് ഗുഹ എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിയുടെ വ്യക്തിത്വം ഒരു ഗുഹയാണ്. വടക്കിൻ്ത്യയിലോട്ട് വന്ന ഗുഹ എന്ന് പറഞ്ഞൊരു പേരുണ്ട്. ഗുഹ എന്നാണ് പേര് തന്നെ. വാസ്തവത്തിൽ ഇന്ന് ക്രിസ്ത്യാനിയുടെ പൊതുവായിട്ടുള്ള പേര് തോമസ് വർഗീസ് ഗുഹ, വത്സൻ തമ്പു ഗുഹ, ചേച്ചേമ ജോർജ് ഗുഹ, അങ്ങനെ ഗുഹ എന്ന് പറഞ്ഞാൽ ശരിയാണ്. അതാണ് കുറെ കൂടെ സത്യം. കാരണം അത്ര ഇടുങ്ങിയതാണ്. ഒരു സിംഹത്തിനെ ഒരു കൊച്ചു കുരുകിലിൻ്റെ കൂട്ടിൽ കൊണ്ട് താമസിപ്പിക്കാനൊക്കത്തില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഉണങ്ങി വരേണ്ട ഒരു ഇലയ്ക്കുള്ളിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ജീവമർമ്മത്തിന് ഇടമില്ല. അത് ജീവൻ്റെ മർമ്മത്തിൻ്റെ പ്രശ്നമല്ല, ഉണങ്ങി കരിഞ്ഞു പോയ ഇലയുടെ പ്രശ്നമാണ്.
ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ മറ്റുള്ളവരെ തിരസ്കരിച്ചു, അവർ ഞങ്ങളോടുകൂടെ. ഞാൻ ഒരിക്കലും ഒരു ദേശത്ത് മാർത്തോമാ സഭയിലെ ഒരു പണച്ചാക്കൻ്റെ കൂടെ കൺവെൻഷന് പോയതാണതുകൊണ്ട് ഞാൻ ഹോട്ടലിൽ താമസിക്കാത്തതുകൊണ്ട് ഒരു വീടുകളിലാണ് എനിക്ക് എപ്പോഴും താമസ സൗകര്യം ഒരുക്കിയത്. വളരെ ധനാഢ്യനായ ഒരു മാർത്തോമാക്കാരൻ, വേറൊരു രാജ്യമാണ്, ഈ രാജ്യമെന്ന് പറയുന്നില്ല, കാരണം അത് വെളിപ്പെടുത്തിയ ഒരു പക്ഷേ ആ വ്യക്തി തിരിച്ചറിഞ്ഞിരിക്കും. അപ്പോൾ വൈകിട്ട് ആരും കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ചോ, എന്നെ അച്ഛനെന്നാണ് വിളിക്കുന്നത്, അച്ചോ, ഞങ്ങളുടെ സഭയിൽ ഈ ആവശ്യന്മാരെയൊന്നും ഞങ്ങളധികം കയറ്റിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എൻ്റെ സഭയെ പറ്റിയുള്ള അഭിമാനമാണ്. എൻ്റെ സഭ മലീമസമായിട്ടില്ല, ഈ താണ ജാതിക്കാരെ കയറ്റി എൻ്റെ സഭ അശുദ്ധമായിട്ടില്ല, അതെനിക്ക് അഭിമാനമാണ്. അപ്പം ആരെ കയറ്റത്തില്ല ഓർത്തഡോക്സുകാരും പറയുന്നത് വളരെയധികം പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ട ഇൻ്റെ ഒന്നും ഞങ്ങൾ കയറ്റിയിട്ടില്ല. ഞങ്ങളുടെ പണ്ട് നമ്പൂരിമാർ ഇങ്ങനെ കുമ്പയും കൊണ്ട് ഇങ്ങോട്ട് കയറി വന്നതാണ് ഞങ്ങളുടെ പുരോഹിതന്മാർ. ഇന്നും നമ്പൂരിമാരോട് എന്നോടുള്ള സ്നേഹമാണ്. ഈ ഒരു ഇടുങ്ങിയ മനോഭാവം, അതിൻ്റെ നാനാമുഖമായ കെടുതികളാണ് നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ ക്രിസ്ത്യാനിക്ക് കഴിയുന്നില്ല. കാരണം വചനം വേണ്ടതുപോലെ വിഭജിച്ച് ജനങ്ങൾക്ക് ആത്മീയ ആഹാരമായി കൊടുക്കാൻ നമ്മുടെ ഇടയിൽ ആളില്ല എന്നുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ ദയവായി മനസ്സിലാക്കുക, സഭകൾക്ക് വന്ന ആത്മീയമായ അധപ്പതനത്തിൻ്റെ വലിപ്പം എത്ര ഭീകരമാണ് എന്ന് തിരിച്ചറിയാനുള്ള അവസരമായിട്ടാണ് യേശു യെരൂശലേം ദേവാലയത്തെ ശുദ്ധീകരിച്ച സംഭവത്തെ നാം മനസ്സിലാക്കേണ്ടത് എന്ന് ഒരിക്കൽ കൂടെ. ഇതിനെപ്പറ്റി കൂടുതലായ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയം ഇപ്പോൾ 32 മിനിറ്റ് ആകാൻ പോകുന്നത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിനെപ്പറ്റി നിങ്ങൾ ദയവായി ചിന്തിക്കണം. ഈ സങ്കുചിതമായ മനോഭാവം വെച്ചു പുലർത്തുന്നവർ അവരോടും വരുന്ന തലമുറകളോടും കാണിക്കുന്ന ഒരിക്കലും പൊറുക്കാൻ സാധ്യമല്ലാത്ത അപരാധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കള്ളത്തരത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും പൈശാചികമായ ചിന്തകളുടെയും പ്രവർത്തനത്തിൻ്റെയും ഉറവിടം ഈ ഗുഹയാണ്. മനുഷ്യൻ്റെ വ്യക്തിത്വം ഗുഹയായി അങ്ങ് ശുഷ്കിച്ച് ശോഷിച്ച് ആത്മീയ ഗുഹാമനുഷ്യരായി നാം ഇപ്പോൾ കഴിയുകയാണ്. വളരെ മാന്യവരായി ആവേശത്തോടുകൂടെയുള്ള ഭയഭക്തി നിറഞ്ഞ ക്രിസ്ത്യാനികളാണ് നാം എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നവൻ ഒരു പക്ഷേ ഈ കള്ളന്മാരുടെ ഗുഹയിൽ നിന്ന് ഒന്ന് വെളിയിലേക്കൊന്ന് എത്തി നോക്കിയെങ്കിലും ദൈവത്തിൻ്റെ പ്രകാശം കാണാൻ ഇടയാകും എന്ന പ്രത്യാശയുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ, വചനത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആമേൻ.